ഓട്ടൻതുള്ളലിലെ അവിഭാജ്യ ഘടകമാണ് വേഷമൊരുക്കലെന്നത്. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഓട്ടൻതുള്ളലിലെ ചില മത്സരാർത്ഥികൾക്ക് ഇത്തവണ വേഷമൊരുക്കിയത് തുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥിന്റെ മകൻ ബബിൽനാഥാണ്. പുതിയ തലമുറയിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് മണലൂർ ഗോപിനാഥൻ കേരളവിഷൻ ന്യൂസിനോട് പറഞ്ഞു. റിയാസ് KMR, ക്യാമറമാൻ അരുൺ മുഴുക്കുന്നം എന്നിവ തയ്യാറാക്കിയ വാർത്ത കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കാണാൻ മനോഹാരിതയുള്ള ഒരു കലാരൂപം എന്ന് പറയുന്നത് ഓട്ടംതുള്ളലാണ്. ഓട്ടംതുള്ളലിൻ്റെ ആ ഒരു വേഷം അണിയിക്കുന്നതൊക്കെ കാണുന്നത് ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ്. ഇവിടെ വേഷമണിയിക്കുന്നത് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ്. ഒപ്പം തന്നെ വർഷങ്ങളായി ഈ രംഗത്തുള്ള ബബിൽനാഥാണ്. ബബിൽനാഥിന്റെ ഒരു പ്രത്യേകത അധ്യാപകനാണ്. ബബിലെ തിരക്കിലാണല്ലേ? കലോത്സവമായിട്ട് അടിപൊളിയാണ്. ബബിലിന്റെ പിതാവിനെ എല്ലാവർക്കും സുപരിചിതനാണ്. തുള്ളലാചാര്യനായിട്ടുള്ള മണലൂർ ഗോപിനാഥന്റെ മകനാണ്. അതെ 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 അതെ. എങ്ങനെയുണ്ട് ഇത്തവണ എത്ര കുട്ടികളെ ഇതുവരെ ചെയ്തു? ഇത്തവണ നമുക്ക് ഹൈസ്കൂൾ ഒരു ബോയ് ഉണ്ടായിരുന്നു, ഹയർ സെക്കൻഡറി ഒരു ഗേള്. 2 കുട്ടികളാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നത്. 2 പേരെ ബോയിനെ കഴിഞ്ഞു, ഇനി ഹയർ സെക്കൻഡറി ഗേളിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതെ. എന്താ മോളുടെ പേര്? ഹീര MH. എവിടെയാ സ്ഥലം? കൊടുബോയ്. എങ്ങനെയുണ്ട്? ഒരുപാട് കൊല്ലങ്ങളായി കൂടെ കാരണം 8ാം ക്ലാസ് മുതൽ തവണ പോയിട്ടുള്ള ആളാണ്. 3 പ്രാവശ്യം അല്ലേ? ഇത്തരം അനുഷ്ഠാന കലകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കും. ഇത്തരം അനുഷ്ഠാന കലകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു മത്സരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോവല്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ അനുഷ്ഠാന കലകൾക്കുള്ള ഏറ്റവും വലിയത് ഗുരുത്വം അവർ ഇതിൽ നിന്ന് കൂടെ സമ്പാദിച്ചു വരും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്കും അതിനോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കല തന്നെയാണ്. ആശാനിപ്പോ പൂർണ്ണമായിട്ട് ഈ അണിയറ ഒരുക്കലൊക്കെ മകനെ ഏൽപ്പിച്ചു പൂർണ്ണമായി? തീർച്ചയായിട്ടും. ഇപ്പോൾ അയാളുള്ളത് കൊണ്ട് അടുത്ത തലമുറയിലേക്ക് പകർന്നാടി കൊടുത്തു. മൃദംഗം വായിക്കാനും വേഷം ഒരുക്കാനും കെട്ടാനും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇല്ലാത്ത എൻ്റെ അവസരം അവന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മണലൂർ ഗോപിനാഥൻ ഒരുപാട് സംഭാവനകൾ തൊഴിൽ മേഖലയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു ആശാനാണ്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ബബിൽനാഥാണ് ഇപ്പോൾ ഈ വേഷങ്ങളൊക്കെ ഒരുക്കുന്നത്. എന്തായാലും ഈ ഒരു സൗന്ദര്യം തന്നെയാണ് കലയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്നുള്ളത്. ക്യാമറമാൻ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരളവിഷൻ ന്യൂസ്, തൃശ്ശൂർ.